എത്ര പെൺകുട്ടികളുടെ ജീവനാണ് എടുക്കുന്നത്. ഇത് ഞാനിന്ന് കളർ ഇട്ടിട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഇന്ന് കുറച്ച് അധികം പറയാനുണ്ട്. കാരണം ജീവൻ എടുക്കുന്ന കല്യാണങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ 2 വീഡിയോ ചെയ്തിരുന്നു. അത് എനിക്ക് വന്ന കുറച്ച് മെസ്സേജ് കമന്റ്സ് കാരണമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓൾറെഡി ചെയ്തു വെച്ച വീഡിയോ ഞാൻ മാറ്റിയിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് 3 ചെറിയ മക്കളെ അനാഥരാക്കിയിട്ട് ഒരു സഹോദരി ആത്മഹത്യ ചെയ്ത വാർത്തയൊക്കെ കേട്ടത്. ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തു തുടങ്ങിയത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറെ വൃത്തികെട്ട ദുരാചാരങ്ങൾ കല്യാണത്തിന്റെ പേരിൽ, ഒരു ചെറുക്കനും പെണ്ണും ഇഷ്ടപ്പെട്ടത് മുതൽ ഒരു കല്യാണം കഴിയുന്നത് വരെ നടക്കുന്ന എത്ര ആചാരങ്ങൾ, നിങ്ങൾ അതിൽ എത്ര പേരത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടെന്ന് ചെയ്തവര് നിങ്ങൾ ഇവിടെ പറ. നിങ്ങൾ തെക്കൻ കാറ്റെന്ന് കേട്ടിട്ടുണ്ടല്ലേ? തെക്കൻ കല്യാണം എന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ പരിസരങ്ങളിൽ ഞാൻ അറിയുന്ന കല്യാണത്തെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അതിൽ എത്ര ശരിയുണ്ട് എന്ന് നിങ്ങളൊന്ന് പറ. എത്ര ആചാരങ്ങളാണ്! വളയിടീച്ചില്, നിശ്ചയം, സാരി കെട്ട്, നൂലേ കെട്ട്, തൂണേ കെട്ട്, അമ്മായി വള, പാൽ കൊടുക്കുമ്പോ വള, ഇറങ്ങുന്ന ചെറുക്കന് കളിയൻ കാല് കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നവന് വാച്ച്, താലി മാറ്റിയിട്ട് കൊടുക്കുന്ന പെങ്ങക്ക് സ്വർണം, വീട്ടിൽ വന്ന് കയറുമ്പോ പെണ്ണിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണം ഉമ്മാക്ക്, ഉമ്മ ഇങ്ങോട്ട് മോതിരം, പോക്കറ്റ് നിറയ്ക്കല്, മൈലാഞ്ചിക്ക് ചെല്ലുമ്പോഴത്തേക്ക് പെണ്ണിന്റെ ചെറുക്കന്റെ സഹോദരിമാർക്ക് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ സ്വർണം കൊടുക്കണം. എന്തൊക്കെ ചടങ്ങാണ്! പെരുന്നാമ്പടിക്ക് ഡ്രസ്സ് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് വരുന്നവൻ ഇങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ എന്താണ്? ഇതിലൊക്കെ എത്ര ആളുകൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ട് ഇല്ലേ? സത്യത്തിൽ ഇതൊക്കെ പൂർണ്ണമായിട്ടും ഈ ജനറേഷനിൽ തുടച്ചു മാറ്റേണ്ടതാണ്. പണ്ടാരോ കടത്തിക്കൂട്ടി വെച്ച കുറെ സാമ്പത്തികത്തിന്റെ അല്ലെങ്കിൽ സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒരു കൊടുക്കൽ വാങ്ങലായി മാറിയിരിക്കും. സത്യത്തിൽ അതാണോ സ്നേഹം? നിങ്ങൾ പറ. സമ്പത്തിന്റെ കൈമാറ്റമാണോ? ഈ കൊടുക്കൽ വാങ്ങൽ കാരണം അകന്നുപോയ എത്രയോ ഹൃദയങ്ങളെ എനിക്കറിയാം. ഹൃദയങ്ങളുടെ പങ്കുവെക്കലാണ് സ്നേഹം എന്ന് പറയുന്നത്, അല്ലാതെ സമ്പത്തിന്റെ കൈമാറ്റമല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ജനറേഷനെങ്കിലും നിങ്ങൾ വിവാഹം എന്ന് പറയുമ്പോഴത്തേക്ക് സ്വർണവും സമ്പത്തും കൊണ്ടുള്ള കളിയാകാതെ ഹൃദയങ്ങൾ ചേർത്ത് വെക്കുക. ഓരോ വിശ്വാസവും അവരവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് വിവാഹം നടക്കട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിൽ മഹർ, നിക്കാഹ് അല്ലാതെ മറ്റെന്തൊരു ചടങ്ങാണുള്ളത്? എനിക്കറിയില്ല. ഞാൻ അറിയാം, നിങ്ങളോട് ചോദിക്കുക. ഞാൻ പഠിച്ചതിൽ ഞാൻ മറ്റൊന്നും കണ്ടിട്ടില്ല. ഈ കൊടുക്കൽ വാങ്ങൽ ആചാരങ്ങളൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? എത്ര പെൺകുട്ടികളുടെ ജീവനാണ് എടുക്കുന്നത്. ഇത് കൊടുത്തത് കുറഞ്ഞു പോയതിന്റെ പേരിൽ എത്ര പെൺകുട്ടികൾ ഇപ്പോഴും കണ്ണീര് കുടിക്കുന്നവരുണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ആചാരങ്ങൾ ഏത് കുടുംബക്കാർ എത്ര എതിർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഏത് നാട്ടാചാരം ലംഘിച്ചാലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് എടുക്കുക.